വെൽക്കം ടു എവറിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നതുമായ ടെൻസസിൻ്റെ കുറച്ച് തരങ്ങൾ പരിചയപ്പെട്ടില്ലേ? അപ്പം അന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രസൻറ്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ എന്നീ 3 തരങ്ങളായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതുമായ ഒരു ടെൻസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ സെൻറ്റൻസസ് പറയാം. നിങ്ങളത് ഈ ടെൻസസ് കറക്റ്റായിട്ട് ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കണം കേട്ടോ. ഇത് കൂടാതെ ഞാൻ കുറച്ച് സെൻറ്റൻസസ് ഒരു 3-4 ഈ വീഡിയോൻ്റെ അവസാനം ഒരു എക്സസൈസ് പോലെ ഇടുന്നുണ്ട്. അത് മലയാളത്തിലായിരിക്കും. നിങ്ങളത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ടെൻസസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റി കമൻറ്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണത്. അപ്പോൾ നിങ്ങളത് ശരിയായിട്ട് ഉത്തരം പറയുന്നത് കണ്ടാൽ ഭയങ്കര സന്തോഷമാവും, നിങ്ങൾക്കും ഭയങ്കര കോൺഫിഡൻസ് ആവും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ടെൻസസിനെ കാണുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച 3 ടെൻസസ് ഇല്ലേ, അത് വെച്ചിട്ട് 2-3 സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ അവരെ എന്നും കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പലതരത്തിൽ എനിക്ക് പറയാം. ഞാൻ അവരെ എന്നും കാണുന്നു എന്ന് പറയാം, ഞാൻ അവരെ എന്നും കാണും എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമായിട്ടാണ്. കാരണം ആ വാക്ക് ശ്രദ്ധിച്ചല്ലോ, എന്നും. അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ കാണും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഉടനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മളത് ഭാവി കാലത്തെ പറ്റി, ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ആദ്യം സബ്ജക്റ്റ് ഐ, പിന്നെ കാണുക എന്നുള്ള വേർബ് ഐ സീ. ആരെയാ കാണുന്നേ? അവരെ. അപ്പോൾ ഐ സീ ദെം. എന്നും, അതിന് എവ്രിഡേ. ഓർമ്മയുണ്ടല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവർക്കത് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് വീഡിയോ കാണാം കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേറൊരു ടെൻസ്, ഞാൻ അവരെ ഇന്നലെ കണ്ടു. ഞാൻ അവരെ ഇന്നലെ കണ്ടു. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഐ. ഇനി പറയേണ്ടത് ക്രിയ, വേർബ് അല്ലേ? അപ്പോൾ കണ്ടു എന്നുള്ളത് എങ്ങനെയാണ് പറയുക? ഐ സോ എന്നാക്കണം. സിയുടെ പാസ്റ്റ് ടെൻസ് സോ. ഐ സോ ദെം യെസ്റ്റർഡേ. അപ്പോൾ ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കേട്ടോ. ഇനി അടുത്തത്, ഞാൻ അവരെ നാളെ കാണും. നാളെ, അപ്പോൾ ഫ്യൂച്ചറാണല്ലേ. അപ്പോൾ എന്ത് പറയും? ഐ. ഭാവി കാലം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? വിൽ. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഐ വിൽ സീ ദെം ടുമോറോ. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഞാനിപ്പോൾ ഒരു സെൻറ്റൻസ് കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളത് തരാം കേട്ടോ മലയാളത്തിൽ. ശ്രദ്ധിച്ചോളൂ. ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പോൾ കണ്ടു, സോ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ആദ്യം ഞാൻ. ഐ സോ, അവനെ എന്നുള്ളതിന് ഹിം. ഐ സോ ഹിം കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ആദ്യം കാണിച്ചേക്കുന്ന സെൻറ്റൻസും ഇപ്പം ഞാൻ പറഞ്ഞ സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാമോ മലയാളത്തിൽ? ആദ്യത്തേത് ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ച കണ്ടു. രണ്ടാമത്തേലോ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഞാൻ എപ്പോഴാണ് അവനെ കണ്ടത് എന്ന് പറയുന്നില്ല അല്ലേ? കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ സമയം പറഞ്ഞിട്ടില്ല. ആ വ്യത്യാസം കണ്ടല്ലോ. ഇനി ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ കേട്ടോ. ഐ ഹാവ് സീൻ ഹിം. ഇപ്പം നമ്മൾ ഈ കണ്ട തരം ടെൻസില്ലേ, ഇതിൻ്റെ പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അതിൻ്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാനാണ്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് ഈ ടെൻസാണ് ഇംഗ്ലീഷിലെ ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടെൻസ് എന്നാണ്. പക്ഷെ ഞാൻ പറയും, നിങ്ങളൊന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഉറപ്പ് തരാം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച വേർബ് കണ്ടോ? ഹാവ് സീൻ എന്നല്ലേ പറഞ്ഞത് ഞാൻ. ഈ സീൻ എന്ന് പറഞ്ഞ വാക്ക് എവിടെ നിന്നാണ് വന്നേ? മുമ്പ് നമ്മൾ സീ കണ്ടു, സോ കണ്ടു, പക്ഷേ ഈ സീൻ എവിടെ നിന്നാണ് വന്നേ? അത് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ ക്രിയയെ കാണിക്കുന്ന, പ്രവൃത്തിയെ കാണിക്കുന്ന എല്ലാ വാക്കുകൾക്കും, വേർബ്സിനും 3 ഫോം ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അടുത്തത് കോൾ, കോൾഡ്, കോൾഡ്. ക്യാരി, ക്യാരീഡ്, ക്യാരീഡ്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസിലും ഞാൻ ആദ്യത്തെ വാക്കുകൾ ബ്ലാക്കിലല്ലേ കാണിച്ചേക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസ് ഫോം. അപ്പോൾ ഏത് വേർബിൻ്റെയും അടിസ്ഥാന ഫോമാണ് ഇത്. അതിനെ നമ്മൾ V1 എന്നും വിളിക്കാറുണ്ട് കേട്ടോ. രണ്ടാമത്തത് കണ്ടോ? പ്ലേഡ്, കോൾഡ്, ക്യാരീഡ്. അതിനെ വിളിക്കുന്ന പേരാണ് പാസ്റ്റ് ഫോം.
അതായത് ഭൂതകാലത്തെ പറ്റി പറയേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഫോമാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് V2 എന്ന് വിളിക്കാം. അത് ഞാൻ റെഡിലാണ് കാണിച്ചേക്കുന്നത്. ഇനി മൂന്നാമത്തത് നോക്കി, പ്ലേഡ്, കോൾഡ്, ക്യാരീഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ V3 എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന തരം ടെൻസില്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മൂന്നാമത്തെ തരമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കും അതിന് രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ വ്യത്യാസമില്ലല്ലോ എന്ന്. അതെ, ഇപ്പോൾ കാണിച്ചേക്കുന്ന വേർബുകളുടെ കാര്യത്തിൽ വ്യത്യാസമില്ല. കാരണം ഇവരൊക്കെ ഒരേ പാറ്റേണിൽ പോകുന്ന വേർബ്സ് ആണ്. പക്ഷെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വേർബ്സ് ഒന്ന് നോക്കിക്കേ. ഈറ്റ്, കഴിക്കുക. പാസ്റ്റ് ഫോം എന്താണ്? ഈറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ? ഈറ്റൻ. ഇനി ഡ്രിങ്ക്, കുടിക്കുക. പാസ്റ്റ് ഫോം ഡ്രാങ്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ? ഡ്രങ്ക്. വ്യത്യാസം കണ്ടോ? ഇനി മൂന്നാമത്തത് ഗോ. പാസ്റ്റ് ടെൻസ് വെൻറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ? ഗോൺ ആണ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ കുറേ വേർബ്സ് ഈ ടൈപ്പ് ഉണ്ട്. ഇവർക്ക് ഒരേ പാറ്റേൺ അല്ല. ഓരോ വേർബിനും ഓരോ തരത്തിലാണ് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റിന് നമുക്ക് വേണ്ടത് ഈ മൂന്നാമത്തെ ഫോമാണ്. അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയ സെൻറ്റൻസ് എന്തായിരുന്നു? ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ പട്ടണപ്രവേശം എന്ന് പറഞ്ഞ സിനിമ? അതിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രം തിലകൻ്റെ കഥാപാത്രത്തെ ആയിട്ട് സൈക്കിളിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഓർക്കുന്നുണ്ടോ? അവിടെ ചെന്ന് തിലകനെ ഇറക്കിയതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് മനസ്സിൽ ഓർക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അവിടെ രണ്ടുപേർക്കും എവിടെയോ കണ്ടിട്ടുണ്ട്, എപ്പോഴാണെന്ന് ഓർമ്മയില്ല ഇല്ലേ? അവിടെയാണ് ഈ ടെൻസിൻ്റെ പ്രസക്തി. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയോ എന്ന് പറയാൻ സംവെയർ എന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കിയേ. ഐ ഹാവ് സീൻ ഹിം സംവെയർ. കണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനാണ് ഐ ഹാവ് സീൻ ഹിം, അവനെ. സംവെയർ, എവിടെയോ. അപ്പോൾ മലയാളത്തിലെ വേർഡിൻ്റെ ഓർഡറും ഇംഗ്ലീഷിലെ വേർഡിൻ്റെ ഓർഡറും വ്യത്യാസമുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് ഓർക്കണം കേട്ടോ. എപ്പോഴാണ് ഒരു പ്രവൃത്തി നടന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് സമയം പറയുന്നില്ലെങ്കിൽ നമുക്കവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി വേറൊരു സന്ദർഭം ഞാൻ പറയാം. നമ്മൾ ജോലി കഴിഞ്ഞ് വീടിൻ്റെ മുന്നിൽ വന്ന് താക്കോല് തപ്പുകയാണ് ബാഗിൽ, വാതിൽ തുറക്കാൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ താക്കോൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല, കാരണം എപ്പോഴാണ് പോയേ എനിക്കറിയില്ല. താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് എങ്ങനെ പറയും? എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഐ വെച്ചാണ് അവിടെ തുടങ്ങേണ്ടത്. ഐ നഷ്ടപ്പെടുക എന്നുള്ളതിന് പറയുന്നത് ലൂസാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ വേർബിൻ്റെ 3 ഫോംസ് ഓർക്കണം. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. കണ്ടോ അതെങ്ങനെ ഉപയോഗിച്ചതെന്ന്? അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, നഷ്ടപ്പെട്ടു നേരത്തെ. പക്ഷെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാത്തതിന് കാരണമുണ്ട്. ഒന്ന്, എപ്പോൾ പോയി എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തത്, ഈ അടുത്ത് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, അതിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്. വാതിൽ തുറന്ന് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ മാനേജർ നമ്മളോട് ചോദിക്കുകയാണ്, ഇമെയിൽ അയച്ചോ? അപ്പോൾ നമ്മൾ പറയാണ്, ഞാനത് ഇന്നലെ അയച്ചു. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ സെൻഡ് ദ ഇമെയിൽ യെസ്റ്റർഡേ. അയക്കുക എന്നുള്ളതിന് സെൻഡാണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് SENT. ഐ സെൻഡ് ദ ഇമെയിൽ യെസ്റ്റർഡേ. ഇനി ഞാൻ ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, ഞാനത് ഇതിനോടകം അയച്ചു കഴിഞ്ഞു. ഞാനത് ഇതിനോടകം അയച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അയച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല, ഇതിനോടകം, എപ്പോഴോ. പക്ഷേ കുറച്ച് നേരം മുമ്പാണെന്ന് വ്യക്തമാണ്. അപ്പോൾ അവിടെ എനിക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഞാൻ എങ്ങനെ പറയും? ഐ ഹാവ് സെൻഡ് ദി ഇമെയിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനോടകം അയച്ചു എന്ന്. അപ്പോൾ ആ ഒരു അർത്ഥം കിട്ടാൻ എനിക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്കാണ് ഓൾറെഡി. ഇതിനകം ഞാൻ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാം ഐ ഹാവ് ഓൾറെഡി സെൻഡ് ദ ഇമെയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ ഓൾറെഡി പോലെ, അത് നമ്മൾ ഹാവിൻ്റെയും ആ വേർബിൻ്റെയും ഇടയ്ക്കാണ് ഉപയോഗിക്കുക. ഐ ഹാവ് ഓൾറെഡി സെൻഡ് ദി ഇമെയിൽ. ഇനി അടുത്തത്, അവർ പലതവണ ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രയോഗം കണ്ടോ, പലതവണ. അപ്പോൾ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സന്ദർശിക്കുക എന്ന് വെച്ചാൽ വാക്ക് വിസിറ്റ് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ. അപ്പോൾ പലതവണ ഒരു കാര്യം നേരത്തെ ചെയ്തു എന്ന് പറയുകയും അതിൻ്റെ സമയം പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്ത് പറയും? അവർ, ദേ. വിസിറ്റാണ് വാക്കല്ലേ. അപ്പോൾ ദേ ഹാവ് വിസിറ്റഡ് അസ് മെനി ടൈംസ്. ഇതുപോലെ വേറൊരു സെൻറ്റൻസ്, ഞാൻ ഒരിക്കലും ജപ്പാനിൽ പോയിട്ടില്ല. അപ്പോൾ ഒരിക്കലും പോയിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയാൻ നെവർ എന്ന് പറഞ്ഞാൽ മതി.
അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നെവർ കൂടെയുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഉപയോഗിക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ പറയും? ഐ വെച്ചാണ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പോൾ പോവുക എന്നുള്ളതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാവ് ഗോൺ, പോവുക ഗോ അല്ലേ? ഹാവ് ഗോൺ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളതിന് ഹാവ് ഗോണിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഹാവ് ബീൻ എന്ന് പറയുന്നതാണ്. അതായത് ഒരു സ്ഥലത്ത് പോവുക എന്നുള്ള അർത്ഥത്തിൽ ഹാവ് ബീൻ. ഇവിടെ നമ്മൾ പറയുന്നത് പോയിട്ടില്ല എന്നാണ് അല്ലേ? അപ്പോൾ എന്ത് പറയും? ഐ ഹാവ് നെവർ ബീൻ ടു ജപ്പാൻ. ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് സെൻറ്റൻസസ് ഞാനിവിടെ ഒന്നിച്ചൊന്ന് എഴുതി കാണിക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. ഐ ഹാവ് ലോസ്റ്റ്, വി ഹാവ് സീൻ, ദേ ഹാവ് വിസിറ്റഡ്, യു ഹാവ് ലിവ്ഡ്. ഇവിടെ എല്ലാം ഒരേ കാര്യം ഉപയോഗിച്ചേക്കുന്നുണ്ടോ? ഹാവും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമും. അപ്പം ഞാനിവിടെ പറഞ്ഞേക്കുന്ന സബ്ജക്ട്സ് എല്ലാം പ്ലൂരലാണ്, ഐ ഒഴിച്ച്. ഐ ഒരാളാണെങ്കിലും ഐയെ നമ്മളെപ്പോഴും ഒരു പ്ലൂരലിൻ്റെ പോലെ ആ പദവിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വി, യു, ദേ ഒക്കെ പോലെ ഐയുടെ കൂടെയും നമ്മൾ ഹാവ് ഉപയോഗിക്കണം. ഹാവും പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയി. ഇനി നമുക്ക് ഒറ്റയ്ക്കുള്ള സബ്ജക്ട്സിൻ്റെ കാര്യം നോക്കാം. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ്. ഒരു സെൻറ്റൻസ്, അയാൾ ബാങ്കിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറയും? ഹീ. ഇപ്പോൾ ബാങ്കിലൊക്കെ പോവുക എന്ന് പറയുന്നതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബീൻ പറയണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോകുന്നതല്ലേ, അപ്പോൾ അതിന് ഗോ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ പറയാവുന്നത് ഹി ഹാസ് ഗോൺ ടു ദ ബാങ്ക്. ഹി ഹാസ് ഗോൺ ടു ദ ബാങ്ക്. ഇവിടെ വ്യത്യാസം കണ്ടോ? ഹാവ് മാറി ഹാസ് ആയി. ഇനി അവൾ 2 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ പറയും? ഷീ ഹാസ് വർക്ക്ഡ് ഹിയർ ഫോർ 2 years. ഷീ ഹാസ് വർക്ക്ഡ് ഹിയർ ഫോർ 2 years. ഇവിടെയും കണ്ടോ? ഷീയുടെ കൂടെ ഹാസ് ആണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഞാനിവിടെ എത്ര നാളായി അവൾ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാലേ 2 വർഷമായി. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ? ഫോർ 2 years. അപ്പോൾ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മാസം, ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഫോർ ആണ് കേട്ടോ. ഷീ ഹാസ് വർക്ക്ഡ് ഹിയർ ഫോർ 2 years. അപ്പോൾ ഈ പറഞ്ഞ 2 സെൻറ്റൻസസ് ഞാൻ ഒന്ന് അടുപ്പിച്ച് എഴുതി കാണിക്കാം. ഷീ ഹാസ് വർക്ക്ഡ്, ഹീ ഹാസ് ഗോൺ. അപ്പോൾ കണ്ടോ, നമ്മൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹാസും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമും. ഇത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ ഹാസും വേർബ് 3യും. കുറേ പേരെ പറ്റി പറയുകയാണെങ്കിലോ, അതായത് ഒന്നിലധികം പേരെ പറ്റി പറയുകയാണെങ്കിൽ ഹാവും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമും. മനസ്സിലായല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ടെൻസ് പലർക്കും ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. അതിന് കാരണം ഇതിൻ്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ്. അതായത് വർത്തമാനകാലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടെൻസായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ടെൻസ് ഉപയോഗിച്ച് പറയുന്നതോ കഴിഞ്ഞു പോയ കാര്യങ്ങളും. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ പ്രവൃത്തി കഴിഞ്ഞു പോയതായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും ഈ വർത്തമാനകാലത്തിലും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെൻസ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി പറയാൻ ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം, ചിലപ്പോൾ ഈ പ്രവൃത്തി നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോഴും നടക്കുന്നതുമാവാം. ഉദാഹരണത്തിന് ഈ സെൻറ്റൻസ് ഒന്ന് കേൾക്കൂ. ഞാനിവിടെ 2 വർഷമായി താമസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 വർഷം മുൻപേ ഞാൻ താമസിക്കാൻ തുടങ്ങി, പക്ഷേ ഇപ്പോഴും താമസം തുടരുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് ഉപയോഗിക്കാവുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ എന്ത് പറയും? ഐ ഹാവ് ലിവ്ഡ് ഹിയർ 2 വർഷമായി, ഫോർ 2 years. ഇതേ കാര്യം എനിക്ക് വേറൊരു രീതിയിൽ പറയാം കേട്ടോ. ഞാനിവിടെ 2019 മുതൽ താമസിക്കുന്നു. അപ്പോൾ ഞാനെങ്ങനെ പറയും? ഇന്ന സമയം തൊട്ട്, ഇന്ന സമയം മുതൽ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് പറയാവുന്നത് ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2019. അപ്പോൾ സമയത്തെ പറ്റി പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് തുടങ്ങിയെന്ന് പറയാൻ നമുക്ക് സിൻസ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഇനി ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ പതിവായിട്ട് വരാറുള്ളൊരു സംശയത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അത് ഞാനൊരു സെൻറ്റൻസ് മലയാളത്തിൽ പറയാം. ഞാൻ എന്നും 1 മണിക്കാണ് ഊണ് കഴിക്കാറുള്ളത്. അല്ലെങ്കിൽ പറയാം, ഞാൻ എന്നും 1 മണിക്കാണ് ഊണ് കഴിക്കുന്നത്. എന്നും എന്നുള്ള വാക്ക് വന്നപ്പോൾ ക്ലിയറായി നമ്മൾ പറയുന്നത് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ്, പ്രസൻറ്റ് ടൈമിൽ. അപ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഊണ് കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്ന് പറയാം അല്ലേ? കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്നാണല്ലോ പറയുക. ഊണ് എന്നുള്ളതിന് ലഞ്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഈറ്റ് ലഞ്ച് അറ്റ് 1 every day എന്നും. പക്ഷേ ഈറ്റ് ലഞ്ച് എന്ന് പറയുന്നത് അത്ര ഭംഗിയുള്ളൊരു പ്രയോഗമല്ല. അപ്പോൾ അതിലും നല്ലത് ഹാവ് ലഞ്ച് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ആ സെൻറ്റൻസ് ഒന്ന് ഇങ്ങനെ മാറ്റാൻ പോവുകയാണേ. ഐ ഹാവ് ലഞ്ച് അറ്റ് 1 every day. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച വേർബ് എന്താണ്? ഹാവ്. ഈറ്റ് പോലെ ഇവിടെ ഞാൻ ഹാവ് ഉപയോഗിച്ചു. അർത്ഥം ഒരേതാണ്, കഴിക്കുക. ഇനി അടുത്ത സെൻറ്റൻസ് ഒന്ന് നോക്കണേ. ഞാൻ ഇന്നലെ കുറച്ച് നേരത്തെ
ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നലെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പോവാട്ടോ. എന്ത് പറയും? ഈറ്റാണ് വേർബെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണം, ഐ ഏറ്റ് ലഞ്ച് എ ബിറ്റ് ഏർലി യെസ്റ്റർഡേ, അതായത് കുറച്ച് നേരത്തെ. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഈറ്റിന് പകരം ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് പാസ്റ്റ് ടെൻസ് ആക്കണ്ടേ. അപ്പോൾ അതെങ്ങനെ പറയും ഞാൻ? ഐ ഹാഡ് ലഞ്ച് എ ബിറ്റ് ഏർലി യെസ്റ്റർഡേ. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ എയ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഹാഡ് എന്ന് പറഞ്ഞു. അർത്ഥം കഴിച്ചു എന്നാണ്. ഇനിയാണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സെൻറ്റൻസ്. ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം. ഞാൻ ഊണ് കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ എപ്പോൾ എന്ന് പറഞ്ഞോ? സമയം പറഞ്ഞില്ലല്ലോ. പക്ഷേ വ്യക്തമാണ്, കഴിച്ചു കഴിഞ്ഞു, സംഭവം നടന്നു കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ സമയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈറ്റ് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐയുടെ കൂടെയാണെങ്കിൽ ഹാവും പറയണം, ആ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ ഈറ്റിന് ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ അല്ലേ. നമ്മൾ പറയണം ഐ ഹാവ് ഈറ്റൻ ലഞ്ച്. ഐ ഹാവ് ഈറ്റൻ ലഞ്ച്. കഴിച്ചു കഴിഞ്ഞു എന്നൊരർത്ഥം വരുത്താൻ എനിക്ക് ഓൾറെഡി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ഞാൻ അതിവിടെ ചേർക്കുകയാണേ. അപ്പോൾ എന്തായി സെൻറ്റൻസ്? ഐ ഹാവ് ഓൾറെഡി ഈറ്റൻ ലഞ്ച്. മുൻപ് ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി പോലെയുള്ള വാക്കുകൾ നമ്മൾ ഹാവിൻ്റെയും ആ വേർബിൻ്റെയും ഇടയ്ക്കാണ് ഇടേണ്ടതെന്ന്. അതാണ് ഞാനിവിടെ ചെയ്തത്. ഇനി അടുത്ത കാര്യം, നമ്മൾ ഈറ്റിന് പകരം ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക? ഐ, പിന്നെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിന് ഉപയോഗിക്കുന്നൊരു ഹാവ് ഇല്ലേ, അത് ഉപയോഗിക്കണം. ഐ ഹാവ്. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ വേർബ് എന്താണ്? ഹാവ് അല്ലേ. ഹാവിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഹാഡ്. അപ്പോൾ എന്താ പറയുക? ഐ ഹാവ് ഹാഡ് ലഞ്ച്. അപ്പോൾ കൺഫ്യൂഷൻ തോന്നും, ഇതെവിടെ നിന്ന് ഈ ഹാഡ് വന്നത്? ഹാഡ് വേറൊന്നുമല്ല, നമ്മളിവിടെ ഉപയോഗിച്ച വേർബ് ഹാവ് ആയിരുന്നു, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഹാഡ്. അപ്പോൾ ആദ്യത്തെ ഹാവോ നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനൊക്കെ ഉപയോഗിക്കുന്നൊരു ഹാവ് ഇല്ലേ, അത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് പറയുക? ഓൾറെഡി കൂടെ ചേർത്ത് ഐ ഹാവ് ഓൾറെഡി ഹാഡ് ലഞ്ച്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കുറച്ച് സെൻറ്റൻസസ് മലയാളത്തിൽ പറയാം, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. ടെൻസ് കറക്റ്റായിട്ട് ഉപയോഗിക്കണേ. അവൾ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷീ ആണ്. അപ്പോൾ ഷീ ഹാസ് മെയ്ഡ് എ കേക്ക്. ഞാൻ അവരെ ഇതിന് മുൻപ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. ഐ ഹാവ് നെവർ മെറ്റ് ദെം ബിഫോർ. ഞങ്ങൾ റഷ്യയിൽ 2 തവണ പോയിട്ടുണ്ട്. വി ഹാവ് ബീൻ ടു റഷ്യ 2 times. അവസാനം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കുന്നു. അപ്പോൾ അവസാനം എന്നുള്ളതിന് നമുക്ക് ഫൈനലി എന്ന് പറയാം. ഫൈനലി ഐ ഹാവ് പാസ്ഡ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഞാനിവിടെ 2-3 സെൻറ്റൻസസ് കാണിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് ഇംഗ്ലീഷിലേക്കാക്കി കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.